ഇങ്ങോട്ട് പോയോ ഉറങ്ങാത്തതിന്റെ പ്രശ്നമാണ്. ഹലോ, ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാൻ പറ്റി. അതൊന്നും എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. എനിക്ക് ബോറടിച്ചു. ഇങ്ങനെ അത്രയ്ക്കൊന്നും വെയിറ്റില്ല. പിന്നെ എന്തുവാ ഇത്? ഏത് ക്യാമറ നോക്കണം? ജിമ്മി പോണ്ട. അയ്യോ, ഹലോ. ഹായ്. കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം, അതായത് ഓഗസ്റ്റ് 19 അത് ഇന്ന് രാവിലെ ഇപ്പോൾ സമയം എത്ര? 8 മണിയായിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ പോകുന്നത് എങ്ങോട്ടാ? അതെ, അപ്പോൾ ഞങ്ങൾ ഭുവൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പം അമ്മയും ഒക്കെ അവിടെ റെഡിയായിട്ട് നിൽക്കുകയാണ്. சில சடங்குலாம் இருக்குது. அது ചെറിയ மேரேஜ் ஆகிட்டு போகிறப்போ சடங்குலாம் இருக்கும் இல்லையா? ஸோ அதெல்லாம் வந்து இப்போ நம்ம பண்ண போகிறோம். ஸோ எங்கள் வீட்டுக்கு போகிறதுனால நான் உங்கள் நாட்டு பெண்ணை வந்து எங்கள் நாட்டுக்கு இழுத்துட்டு போகிறேன். ஓ, அதான் இல்லை, அதான் என்ன, അതെ 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 അതെ. அது வந்து இப்போ பக்கத்தில் வந்தாச்சு. ഞങ്ങൾ എത്തിയാട്ടോ. வந்துட்டோம். അതെ, எல்லாம் ரெடியாக இருக்கிறாங்க. ആണോ? നിങ്ങളും അഴകാർക്കമ്മ സുന്ദരൻ സുന്ദരി. ഓ, ഇത് സുന്ദരിയാ. എന്റെ എത്ര പേര് പറഞ്ഞു? അമ്മ സുന്ദരി, നല്ല സുന്ദരി അമ്മായിയമ്മ കിട്ടിയെന്നാണ് എന്നോട് പറഞ്ഞത്. സുന്ദരി പെറ്റ സുന്ദരി. നിലവിളക്ക് ഉണ്ടോ അമ്മ? അങ്ങനെ ഉണ്ടാ? ഞാൻ വിചാരിച്ചു നിലവിളക്കും കൊണ്ട് താഴെ വന്ന് നിൽക്കുമെന്നു. അങ്ങനെ വന്നു അവിടെ വെച്ചല്ലേ ചടങ്ങ്. അപ്പൊ അങ്ങനെയില്ല. മുടിയൊക്കെ പറഞ്ഞു. ഞാൻ ഓൾറെഡി കുറച്ച് പൂ വെച്ചിട്ടുണ്ട്. മുടി പിന്നെ കെട്ടിയില്ല, സമയം കിട്ടിയില്ല. അമ്മ ഇത് അമ്മ ഒരു കാര്യം ചെയ്യാം അമ്മ. ഞാൻ ഈ സ്ലൈഡ് ഇങ്ങ് തരാം. അപ്പൊ അമ്മ അത് അത് വെച്ചു ഓർക്കാൻ പറഞ്ഞു. കല്യാണം കഴിഞ്ഞ് പെണ്ണ് വീട്ടിൽ വന്നു. പെണ്ണും ചെക്കനും വീട്ടിൽ വരുമ്പോ പാലും പഴവും കൊന്നു. പായസം ആരമ്മ കുക്ക് ചെയ്തേ? കൊള്ളാം. ഇനി ഉണ്ടോ അമ്മ? ഈ വേണ്ടോ, ഞാൻ കഴിച്ചോളാം. നല്ല പായസം. മതി, ഇനി ഞാൻ കഴിക്കാം. ഷുഗർ കട്ടാണ് നമ്മള്. 21 കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. പോതും. ഇവിടെ കാണിക്ക്, ഒന്ന് കാണിച്ചേ, ഒന്ന് കാണിക്ക്. അവന് പായസം വേണമെന്ന്. അവൻ കല്യാണത്തിന് വേണ്ടിയിട്ട് അവൻ ഞാൻ ജിമ്മിൽ പോലും പോകാൻ പറ്റാതെ ഇവന് ഞാൻ ഡയറ്റ് എടുപ്പിച്ചു. ഞാൻ ഡയറ്റ് എടുത്തപ്പോൾ അവനും ഡയറ്റ്, മൂന്ന് ഞാൻ ഡയറ്റ് ആയിരുന്നു. അന്ന ടൈമിൽ ഇവനെ ഡയറ്റ് എടുപ്പിച്ച് ഭക്ഷണമൊക്കെ കുറച്ച് ഞാൻ വെയിറ്റ് എനിക്ക് തോന്നുന്നു നല്ല കുറഞ്ഞിട്ടുണ്ട്. നല്ല ചേഞ്ചസ് ഒന്നുമില്ലേ? ഇപ്പം നീ എന്ന് പറഞ്ഞാൽ ബാക്കി അവൻ കുടിച്ചോളാം. ഇടിക്ക് ഞാൻ കണ്ടു. നീ ഇന്നലെ എന്നിട്ട് ഇന്നലെ നീ എന്തോ ലഡു കഴിച്ചു അവിടെ. കട്ട്ലറ്റ് കഴിക്കണ കണ്ടു.
സദ്യ ഓക്കെ, നീ കട്ട്ലറ്റ് കഴിച്ചില്ലേ, ലഡു കഴിച്ചില്ലേ, നീ ഇപ്പൊ കുറച്ച് മുന്നേ ബോൾ കഴിച്ചില്ലേ, തന്നു നീ കഴിക്കും. നീ കഴിക്കോ ഇല്ലയോ എന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിനക്ക് തന്നത്. പിന്നെ ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. അപ്പം നീ കഴിക്കുമോ അല്ലേ? അപ്പം നീ വീട്ടിൽ പോകുമ്പോഴും കഴിക്കുമോ അല്ലേടാ കള്ള? നിന്റെ വൈഫിനെ വിളിച്ച് ചോദിക്കട്ടെ. അല്ല, ഞാൻ നട്ട്സ് ഉണ്ടാന്ന് നോക്കുന്നത്. വേണോ? മതി. പായസം, വാവ്, ഇന്ന് ടേസ്റ്റ് അമ്മ, നല്ല പായസം, നല്ല ടേസ്റ്റ്. നമ്മൾ പിന്നെ ഇന്നിപ്പോൾ അതെ പുതുപ്പെണ്ണും ചെക്കനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ അമ്മ? ഡയറ്റ് എടുക്കുന്നവരൊന്നും കഴിക്കണ്ട. നമ്മളിന്ന് എന്താ പറയാ, നമ്മളിനിയിപ്പം ഇനിയെന്താ ഒന്നുമില്ല, ഞാനിവിടെ വരാറൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ട്രിവാൻഡ്രത്താണ് അയ്യോ നമ്മളത് പറയാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഭുവൻ അവിടെ നിന്ന് ട്രിവാൻഡ്രം ഇപ്പോൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ജൂണിലാണ് ഇവിടെ വരുന്നത്. നമ്മൾ ജൂണിൽ വന്നു. അപ്പം അന്ന് മുതൽ ഇടയ്ക്കൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വരാറൊക്കെ ഇല്ല. അതുകൊണ്ട് എനിക്കിത് വലിയ ബുദ്ധിമുട്ടില്ല. മീൻസ് വലിയ പുതുമയുള്ള കാര്യമല്ല. എനിക്ക് ഇവിടുത്തെ മുക്കും മൂലം എനിക്ക് നന്നായിട്ട് എല്ലാം എനിക്ക് നന്നായിട്ട്. ഞാൻ ഇവിടെ കുക്കിയൊക്കെ ചെയ്യും. പുള്ളിക്കാരന് ഞാൻ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പം ഞാനല്ലേ പുള്ളിക്ക് ഗ്യാസ് ഉണ്ടായിരുന്നു, അതുവരെ ഞാൻ ഇങ്ങനെ അതാണ് ഉദ്ദേശിച്ചത്. ഗ്യാസ് മീൻ മറ്റേ ഇത് ഏമ്പക്കം. അത് പുള്ളി അവിടുത്തെ കുക്ക് ചെയ്യുമ്പോൾ ചെന്നൈയിലെ ഈ നമ്മുടെ തമിഴ്നാട് കറി പൗഡറൊക്കെ ഭയങ്കര ഇത് ഏത് ക്യാമറയിൽ നോക്കണം രണ്ടും വെച്ചിട്ടുണ്ട്. ഇതല്ലേ അവിടുത്തെ കറി പൗഡർ എന്ന് പറയുമ്പോൾ വേറൊരു മസാല കൂട്ടാണ്. അത് കഴിക്കുമ്പോൾ ഭുവൻ ഫോൺ വിളിക്കുമ്പോൾ അനു ഞാനിപ്പോൾ ഇങ്ങനെ പിന്നെ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എന്തോ ഒരു ടേസ്റ്റ് തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ. ഇവിടെ വന്ന് ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് പക്ഷെ അങ്ങനെ ഇല്ലല്ലേ. അങ്ങനെയാണ് എല്ലാ പൊടി തൂക്കി പോട്ടുരുവാ ഞാനാ സ്പൈസി. അപ്പോൾ നല്ല സ്പൈസിயா இருக்கும். ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് പോവാ നിനക്ക് ഫുഡ് കൺട്രോൾ ഫ്രൂട്ട്സ് இந்த மாதிரி கொஞ்சம் അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതൊക്കെ കൺട്രോൾ ചെയ്യും. പിന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന്റെ ഇത് എന്താ സ്പൈസസ് കുറച്ചപ്പോൾ ആ ഒരു ഇത് മാറി അല്ലേ, അങ്ങനെയല്ലേ? അതല്ലേ? ആമാ അതെ. അപ്പം മതിയല്ല. ഇനിയിപ്പോൾ ഞാൻ അവന് പായസം കൊടുത്തില്ലെങ്കിൽ ഇനി അവൻ എന്നെ കൊല്ലും. ഇനി അവൻ്റെ കരച്ചിൽ എനിക്ക് കാണാൻ വയ്യ. വലിയ മുതി ചെറുക്കനാണ്, വലിയ ചെക്കനാ. കണ്ടാ പറയൂ കൊച്ചു പിള്ളേർ പോലെ ഇരിക്കുന്നത്. കല്യാണവും കഴിഞ്ഞ് ഒരു കുളന്തയുണ്ട്. പക്ഷെ പ്രായം ഭയങ്കര കുറവാണ് അല്ലേടാ? എത്ര വയസ്സ്? 25? சொல்ல മാട്ടെ. ഒരു കൊച്ചുണ്ട്, നല്ല ബേബി, ഒരു മോള്, നല്ലൊരു മോളുണ്ട്, ഒരു കുഞ്ഞു മക്കള്. നല്ലൊരു മോളും നല്ലൊരു വൈഫുണ്ട്, നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വൈഫുണ്ട്. അവരൊക്കെ ഞാൻ ഒരു ദിവസം എല്ലാവർക്കും കാണിച്ചു തരാം. അവളെയും കൊച്ചിനെ കൊണ്ടുവരണം ഇവിടെ കേട്ടോ. നിങ്ങൾ രണ്ടുപേരും കൂടെ വായോ. അതെ. അപ്പോൾ നമ്മൾ ഇനി അടുത്ത പരിപാടി കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫർ വെളിയിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വേറൊന്നുമില്ല. വൈകുന്നേരം ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ട്, നോക്കട്ടെ സമയമുണ്ട്. പിന്നെ നമ്മൾ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള ഔട്ട്ഫിറ്റ് നോക്കാൻ വേണ്ടി നമ്മൾ ശാന്തിനിലോട്ട് പോവുകയാണ്. അതാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ ഇന്നിപ്പോൾ 21-ാം തീയതി ഫംഗ്ഷൻ വെച്ചിരിക്കുകയാണ്. അതിന് ഇനി പ്രിപ്പയർ ആകണം, ഡ്രസ്സ് നോക്കണം, ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം, മേക്കപ്പിൻ്റെ കാര്യങ്ങൾ. സിജിൻ തന്നെയാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത്. അപ്പം അവർ വരും. അപ്പോൾ ഇനി കുറച്ച് ബിസിയാണ്. ഇനി യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഇനി നിരന്തരം നമ്മളിനി കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കും. കുറേ ഒരുപാട് പേര് എന്താ പറയണ്ടേ ഭുവനെ ഒരുപാട് പേര് കമൻസിൽ മലയാളത്തിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഭുവൻ സൂപ്പറാണ്, കാണാൻ ക്യൂട്ടാണ്, നന്നായിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ. അതിൻ്റെ കൂടെ നെഗറ്റീവും ഇടുന്നുണ്ട് കുറച്ച് പേര്. അതാരാ ഒരു പണിയില്ലാത്ത കുറേ. രാവിലെ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ഞാൻ കുറച്ച് മുമ്പ് അറിഞ്ഞില്ല അല്ലേ? അല്ല, ഇന്ന് രാവിലെ എൻ്റെ ചേച്ചി എനിക്കൊരു അതുണ്ട്. എന്നിട്ട് ഫോൺ ഇവിടെ കാണിച്ചു കൊടുക്കാം. ഡിലീറ്റ് ചെയ്താ? അവൻ ഡിലീറ്റ് ചെയ്താ? അല്ല, സ്ക്രീൻഷോട്ട് ഉണ്ട് എൻ്റെ കയ്യില്. ഒരാള് എൻ്റെയും ഭുവൻ്റെയും ക്യാപ്ഷൻ കൊടുത്ത അനുമോൾ വിഭാഗത്തെ ഇങ്ങനെ ഭയങ്കര ക്യാപ്ഷനും കാര്യങ്ങളും അതിന് താഴെ ഞങ്ങളെപ്പറ്റി ഭയങ്കര നല്ല വർണ്ണിച്ചിട്ടിരിക്കുന്നു. പക്ഷെ കൊടുത്തിരിക്കുന്ന കവർ പിക്ക് എൻ്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവൻ്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തിയോടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ
ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയം കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാനൊരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമൻറ്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷം സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമൻസുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാന്തോ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കളി, അങ്ങനെയുള്ള കുറേ കമൻസുകൾ ഞാൻ കണ്ടു. പക്ഷേ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമൻറ്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടുന്ന വ്യക്തികളെന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്, ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞാൻ്റെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരുടെ ലൈഫ് കാണുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടാവും, അസൂയ കുശുമ്പം ഉണ്ടാവും. അത് തന്നെയാണ്. എനിക്ക് പറഞ്ഞിട്ടില്ല. ഇന്ന് ഫേസ്ബുക്കിൽ ഒരാൾ കിട്ടുന്നപ്പോൾ ഞാൻ നമ്പർ ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്, ഞാൻ വിളിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ട്, നല്ലത് കൊടുത്തിട്ടുണ്ട്, നല്ലത്. അപ്പോൾ ഇനി ആരൊക്കെ എന്താ കിട്ടാലും എനിക്കത് പ്രശ്നം. പക്ഷെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ ഞാൻ റിപ്പോർട്ട് അടിക്കും, ഇല്ലെങ്കിൽ ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. സത്യം പറയാമല്ലോ, ഞാൻ നോക്കി നിൽക്കത്തില്ല, ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും. എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇട്ട് ഞാൻ കംപ്ലയിൻറ്റ് കൊടുക്കും, സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ സന്തോഷം സമാധാനം അതാണ് നിങ്ങളുടെ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഒരുപാട് പേര് വിഷയൊക്കെ ചെയ്ത് വീണ്ടും താങ്ക്സ് പറയാണ്. ഒരുപാട് സന്തോഷവും നന്ദി. ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് ഫാമിലിയുടെ കുറേ അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് മെസ്സേജിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവർക്കും ചക്കര ഉമ്മ കൊടുക്കൊടു. ചക്കര ഉമ്മ എന്ന് വെച്ചാൽ ചക്കര സ്വീറ്റ് ആയിട്ടുള്ളതാണ്. പറ. ഓക്കെ, ഇത് കൊടുക്ക്. അയ്യോ, അതല്ല, ലൈക്ക് ഷെയർ, അത് അവരുടെ ഇഷ്ടം. നിങ്ങൾ ലൈക്ക് ചെയ്യണോ, ഷെയർ ചെയ്യണോ, കമന്റ് ചെയ്യണോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ബൈ. Chin up, shoulder down, chin down, chin പൊടിക്കാം. എൻ്റെ ബാക്കിൽ വന്ന ഹഗ് ഇക്ലിയാക്കോ ഞാൻ. വന്നിട്ട് ഇങ്ങനെ പിടിക്കുന്നതാണോ ഐബ്രോ? ഇല്ല, അപ്പം മോ മൊത്തം കരിയാവും. ചുണ്ടിലിപ്പോ ഐബ്രോ ആവും. എന്താ മേക്കപ്പാ? ഞാൻ ഇച്ചിരി ലൈറ്റ് ആയിട്ട് മേക്കപ്പ് ഇട്ട് എന്റെ പിമ്പിൾ കണ്ട അതുപോലും കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് മനസ്സിലായി ഞാൻ വളരെ ലൈറ്റായിട്ട്. ഇപ്പോൾ റിസപ്ഷനിൽ അത് റീൽസിന് നീയാ ഓഹോ, ഞാൻ ഇങ്ങനെയാ പുള്ളി പറഞ്ഞ പോലെ ഞാൻ ചെയ്യുന്നത്. എന്നെ കുറ്റം പറയാൻ എന്തിനാ? എല്ലാ ഫോട്ടോഗ്രാഫർമാരും പറയുന്ന പോലെ ഞാൻ ചെയ്യാം. അതെ അതെ. പറഞ്ഞോ ഫേസ് പാത്ത് ബോറടിക്കുന്നു. ഒരു 17 ഷൂട്ട് നമ്മൾ ചെയ്തു. 17 ഒരു 10-20 ഷൂട്ട് ചെയ്തു. ബ്രൈറ്റ് ടു ബി 2 ട്രഡീഷണലും വെസ്റ്റേണും, പ്രീ വെഡിങ് ട്രഡീഷണലും വെസ്റ്റേണും, പിന്നെ ഹൽദി, മെഹന്തി, ക്രിസ്ത്യൻ ബ്രൈഡൽ, പിന്നെ വീണ്ടും നമ്മൾ വീട്ടിനകത്ത് വെച്ച് ഇവിടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ഒരു സംഭവം ചെയ്തു. ഗ്രൂം ടു ബി ചെയ്തു. ഇതിലെല്ലാത്തിനും ആപ്പം നോക്കിയത് അത് ഡെയിലി നടന്നുകൊണ്ടിരിക്കുമല്ലേ, ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതാണ് എനിക്കും ബോറടിച്ച്.
പാത്ത് പാത്ത് ആ മീശ താടി എടുത്തോളാം അപ്പോൾ വേറൊരു ലുക്കാവും. പിന്നെ മേക്കപ്പ് എന്നെ എന്താ പറഞ്ഞ മേക്കപ്പ് ഞാൻ ഇട്ടിരിക്കുന്നു, അവന് മേക്കപ്പ് ചെയ്തിരിക്കുന്നു, ഞാനാ മേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അത് മെഹന്തി ഇട്ടിരിക്കുന്നു. ആടാ മേക്കപ്പ് ഇട്ടിട്ടില്ലേ ഞാൻ ജസ്റ്റ് വെയിറ്റ് എവിടാ വരുന്നില്ല തൂത്ത് കാണാൻ ഞാൻ എങ്ങനെ നിൽക്കാൻ പറഞ്ഞ വീഡിയോ ഒരു മിനിറ്റ് ഓക്കെ അല്ലേ വീട് തന്നെ വീട് ഞാൻ ഭയങ്കര ബോറാകുന്നു. ആ ഞാനാണ് നടക്കേണ്ടത്, നീ അല്ല. അയ്യേ അയ്യേ ഞാനല്ല നടന്നു പോകണ്ടേ കണ്ടാ, ഞാനാ നടക്കേണ്ടത്, ഞാനാ നടക്കേണ്ടത്, താങ്കളല്ല നടക്കേണ്ടത്. ശോഭന കൊണ്ടുവരണല്ല ഒരു ഇങ്ങനെ ഇങ്ങനെ. ഹലോ 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 നിന്നെക്കാളും ശക്തി എനിക്കുണ്ട്, അതറിയില്ലല്ലേ, അതറിയില്ല. എന്നെ എടുത്ത് പൊക്കാൻ പറ്റുമോ പോവാ? പൊക്കാൻ മീൻസ് പറ്റുമോ നോക്കട്ടെ. 80 80 എനിക്ക് 50 ആ കാണു. ജിമ്മിൽ പോയി 100 കിലോ ജിമ്മിൽ പോയി 100 കിലോ ട്രൈ ചെയ്യും. അതാ എന്നെ അവിടെ 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 ചേട്ടനൊക്കെ ഇന്ന് നോക്കി, ചേട്ടനൊക്കെ നോക്കി ചിരിക്കുന്നു. ചേട്ടനൊക്കെ കല്യാണം കഴിച്ച് നോക്കി ഇത്ര ദിവസം ചിരിക്കുന്നു, ചേട്ടൻ ഇന്ന് ചിരിക്കുന്നു. ഇന്ന് കിട്ടിയ ഡ്രസ്സ് കേട്ടോ, കാണൂ. ഞാൻ ചാടിത്തരാം. എടുത്തോണ്ടേ, കിട്ടുന്നത് എടുത്തോണ്ടേ, എടുത്തോണ്ടേ, പോസ്റ്റ് ചെയ്തോണ്ടേ. എൻ്റെ കൂടെ മുഖത്ത് പറ്റിയ ഇതൊന്നും വരല്ലേ പോവാ, ഫോട്ടോ ചേട്ടാ ലൈവായിട്ട് എടുത്ത് പോവാ. ഓക്കെ ഞാൻ മുഖത്ത്, ഞാൻ എൻ്റെ മുഖത്ത് ഫുൾ എക്സ്പ്രഷനെ പോവാന്. മൂന്ന് വെയിറ്റ് ആണെങ്കിലും ആ സൗണ്ട് ഉള്ളിലിട്ടോ, പക്ഷെ മുഖത്ത് അത് എന്നെ നമ്മൾ കാണിക്കുന്ന എന്തുവാ അത്രയ്ക്ക് ഒന്നും വെയിറ്റ് ഇല്ല. പിന്നെ എന്തുവാ ഗുരുവായൂർ വെച്ച് ഞാൻ എടുപ്പിക്കാൻ നോക്കിയതാ, പിന്നെ ആൾക്കാരെ വിളിച്ച് വെറുതെ ഇതിനാ കാശ് ഓവർ ആവല്ലേ പ്ലീസ്. എടുത്തോ, എന്നെ നോക്കിയാണ് എടുക്കേ, എന്നെ നോക്ക്. ആ എടുത്തോ ചാട്ടെ. ജിമ്മി പോണ്ട. എടുത്തു ചേട്ടാ, ചേട്ടാ കറക്ക് 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 കറക്ക്. ആ എന്റെ പൂവെടുത്ത്, എന്റെ പൂവെടുത്ത് ആദ്യമായിട്ടാണ് പൂവൻ എടുക്കുന്നത്. ഇല്ല പറ്റും. ആ ഹെയർ ഒന്ന് സൈഡ് ആക്കിയിടോ, ജസ്റ്റ് ഒന്ന് കുറച്ച് സൈഡ് ആക്കിയിട്ട് എന്നിട്ട് ഒന്നുകൂടെ കൊടുക്കും. ഹെയർ ഫേസ് മാറും. ആ ഓക്കെ ഓക്കെ റെഡി റെഡി 3 2 1 ഓക്കെ. അയ്യോ വെയിറ്റ് ഉണ്ടാ, വെയിറ്റ് ഉണ്ടാ? ഇല്ല പോവാ 54 ഇല്ല 54 ഞാൻ വെറും 54 മാത്രം. വെച്ച് ചോദിക്കാം, നമ്മളിന്ന് ജിമ്മിൽ പോവല്ല, അപ്പൊ ഇന്ന് ജിമ്മിൽ പോയിട്ട് ഇന്ന് വെയിറ്റ് നോക്കും. വെയിറ്റ് 56 ആണെങ്കിൽ നീ പറഞ്ഞ ഞാൻ എന്തും കേൾക്കും. ആ 54 ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോവാൻ കേൾക്കണം. ആ ബെറ്റേ ഡീൽ ഡീൽ. ഡാൻസ് ചെയ്യണം കേട്ടോ. അവർ പറയും, അവരൊരു പാട്ടിട്ട് തരും, അത് കളിച്ചോണം ഒറ്റയ്ക്ക്. അപ്പം ഞാൻ എൻട്രി വരും. ആമാ ആടണം. എന്നാ എല്ലാ കല്യാണത്തിനും അതേ നീ വരുള്ളൂ. അതല്ല, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് കളിക്കണം ഒരു സോങ്. ഇത് പിന്നെ തന്നെ ഇത് ഈ സാധനം ഒന്നും നമ്മൾ പിടിക്കുന്നത് അത് വേണ്ട. അത് വേണോ? ഞാൻ നിനക്ക് തന്നിരിക്കുന്ന ടാസ്കാണ് അത്. ഇതല്ലേ, അതല്ല ഇത് റൊമാൻറ്റിക്.
ഞാൻ ടാസ്ക് തന്നിരിക്കുകയാണ്, ചെയ്യണം. എനിക്ക് just ഒരു stand-up record. Just ഒരു ഒരാളിവിടെ നിന്നാണ്. ബ്രോ ഇങ്ങനെ നടന്നങ്ങ് പോയി. ആ Just ഒന്ന് ക്യാമറയ്ക്ക് എടുക്കുക. ഒരു അതെങ്ങനെ? ഓ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരുന്നത്. Yes. ക്യാമറയ്ക്ക് എടുക്കുന്നത്. ബ്രോ ഇങ്ങനെ ക്യാമറ ഫ്രണ്ടിൽ ആ അപ്പൊ ക്യാമറയിലോട്ട് എടുക്കുക. എന്നെ കളിയാക്കാനായിട്ടുള്ള ഒരാള്. ബാക്കിൽ കൂടെ പോയാൽ മതി. ബ്രോ ബാക്കിൽ കൂടെ ലുക്ക് ചെയ്ത് പോകണം. ആറ്റിറ്റ്യൂഡ് കയ്യിലോട്ടോ. ആറ്റിറ്റ്യൂഡ് സെറ്റുമുണ്ട് ഓക്കെ റെഡി അല്ലേ ബ്രോ? നല്ല കോമഡി. പറയുമ്പോഴത്തേക്കും ചിരിക്കട്ടാ. ഓക്കെ ഓക്കെ റെഡി. പറയുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ലുക്ക് ചെയ്ത് ഫുൾ ആറ്റിറ്റ്യൂഡ് അല്ലേ? ഞാൻ പറയുമ്പോൾ നോക്കിയാൽ മതി. പോണോ? പാസ് ചെയ്ത് പോണോ? ബ്രോ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ആക്കി അപ്പൊ ഞാൻ പറയുമ്പോ ഇവിടെ നോക്കിയത് ഫുൾ ഡൗൺലോഡ് കൊടുത്ത് ഇവിടെ നോക്കി ഇനി ഡൗൺലോഡ് കൊടുത്ത അങ്ങനെ ബ്രോ പറയുമ്പോൾ നടന്നു പോണേ. ഓക്കെ ബ്രോ നടന്നേ ഇവിടെ ലുക്ക് എടുത്ത് പോയി ഒന്നുകൂടെ കൊള്ളാനായി. ആരാണ് കൊള്ളൂലാത്തത്? ഇല്ല രണ്ടു കൊള്ളാം. എനിക്ക് ഒന്നുകൂടെ ആ ക്യാമറ ലുക്ക് കൊടുത്തു. എന്നെ മനപ്പൂർവ്വം ഇടിച്ച് ആരാ ശരിയാവാത്ത? ഞാനല്ലല്ലോ, പുള്ളിയല്ലേ? കുഴപ്പമില്ലല്ലോ, കുഴപ്പം പുള്ളി അഡ്ജസ്റ്റ് ചെയ്തോളാം. എൻ്റെ ഒരുപാട് പേര് പറഞ്ഞ് ആർട്ടിഫിഷ്യൽ ചിരി. സത്യം പറഞ്ഞാൽ എൻ്റെ 2 കവളും വേദനിക്കുന്നു. പിന്നെ ക്യാമറ ചേട്ടന്മാർ പറയും ചിരി സ്മൈൽ സ്മൈൽ സ്മൈൽ. അപ്പം ഞാൻ ഇതിട്ട് പോണതാണ് എൻ്റെ ഗൈസ്. അല്ലാതെ ഞാൻ ഒരിക്കലും ഞാൻ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലാണ് അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ കവള് വേദനിക്കുമ്പോൾ വീണ്ടും സ്മൈൽ സ്മൈൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ പെട്ടെന്ന് പിന്നെ ഇടയ്ക്ക് പോയി ഓരോ കോമഡി പറയുമ്പോൾ ഞാൻ ആ ചിരി. എനിക്ക് ഒരൊറ്റ ചിരി ഉള്ളതുകൊണ്ട് ഇങ്ങനെ. ചില തെങ്ങുകൾക്ക് തേങ്ങ ഇല്ലാതെ എന്തുകൊണ്ട്? ഈ ക്വസ്റ്റ്യൻ ആൻസർ പറ. ഞാൻ ചോദിച്ചത് അതല്ല. ഈ തെങ്ങിന് എന്ത് തേങ്ങയില്ല, മണ്ടയില്ലാത്ത തെങ്ങ് എല്ലാം പോയി.